നാള് ആദ്യത്തെ 3 മാസത്തേക്ക് സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന വയറിന് ഇളക്കി നടന്ന യാത്ര, ഈ സ്കൂട്ടർ യാത്ര, കട്ടറി ചാടൽ ഇതൊക്കെ ഒഴിവാക്കണമെന്ന് മാത്രമാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് കൺസീവ് ആകുന്ന ആളുകൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖം വരാതെ സൂക്ഷിക്കണം. അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ. ഇതിനോട് കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതാണ് ഇപ്പം അമ്മ അറിയേണ്ടത്. സാധാരണ പ്രീമച്ചർ സ്റ്റേജിൽ ചിക്കൻ ബോക്സ് വന്നാൽ അമ്മയ്ക്കോ കുട്ടിക്കോ പ്രോബ്ലം വരാൻ സാധ്യതയില്ല. പക്ഷേ 6 to 13 വീക്സ് വരെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് താനും. അൺഫോർച്ചുനേറ്റ്ലി ശാലിനിക്കത് 6th വീക്കാണ്. ഫീവർ കൂടിയ ഈ അസുഖം ന്യൂമോണിയയിലേക്ക് കിടക്കും. പിന്നെ റിക്കവറിങ് ചാൻസ് വളരെ ടഫാണ്. ഇതൊക്കെ പറഞ്ഞാൽ കുട്ടിയെ നമുക്ക് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അവളെ ഈ അസുഖത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് ഒരിക്കലും അവളുടെ കുട്ടിക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് നമ്മൾ ആദ്യം അവളെ പറഞ്ഞ് ബോധിപ്പിക്കണം. ഡോക്ടറെ, അപ്പൊ കുഞ്ഞിന് 1 മാസം കഴിഞ്ഞ് അബോർഷന് സാധ്യതയുണ്ട്. പക്ഷേ എല്ലാ കേസിലും അങ്ങനെ സംഭവിക്കണം നിർബന്ധമില്ല. കുഞ്ഞിന് മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് സ്കാനിംഗ് റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അല്ല ഡോക്ടർ, എന്ത് ഇഷ്യൂസ്? മെയിനായിട്ട് വരുന്നത് ഈ കാർഡിയാക് ഇഷ്യൂസാണ്. സ്കാൻ ചെയ്യുമ്പോൾ അത് ഗൈനക്കിന് അറിയാൻ പറ്റും.